എല്ലാവർക്കും ശ്രീകൃഷ്ണ കർണാമൃതത്തിലേക്ക് സ്വാഗതം. ഇന്ന് വില്വമംഗലം സ്വാമിയാരുടെ ശ്രീകൃഷ്ണ കർണാമൃതമാണ് നോക്കുന്നത്. നമ്മൾ 56 വരെയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞു. ഇന്ന് 57ാമത്തെ ശ്ലോകം ശാർദൂല വിക്രീഡിതം വൃത്തത്തിലുള്ളത്. ശ്ലോകം ചൊല്ലാം. മൗളിശ്ചന്ദ്രകഭൂഷണാമരതകസ്തംഭാഭിരാമം വപുർവക്ത്രം ചിത്രവിമുക്തഹാസമധുരം ബാലേ വിലോലേ ദൃശൗ വാചശൈശവശീതളാ മതഗജശ്ലാഘ്യാ വിലാസസ്ഥിതിർമന്ദം മന്ദമയേ കയേഷ മധുരാവീഥീമിതോ ഗാഹതേ. കേശം പിഞ്ച സുശോഭിതം മരതകത്തൂൺ പോലെ മുഗ്ധം തനു പ്രേമോത്ഭൂതമരന്തമാധുരിസമം ഹാസം വിലോലം മിഴി വാക്കോ ശൈശവശീതളം മദഗജം പോവുന്ന പോൽ മന്ദമായാരാണീ വഴി പോവതീ മധുരയിൽ തേടുന്നിതൻ മാനസം. തേടിക്കൊണ്ടിരിക്കുക തന്നെയാണ് വില്വമംഗലം സ്വാമിയാർ അല്ലേ. കൃഷ്ണനാണോ ആ പോണത്? ആരാ ആ വഴി കൂടി പോണത്? കൃഷ്ണനാണോ? കൃഷ്ണനാണെന്നാണ് തോന്നണത്. എന്താ കാരണം? മുടിയിൽ പീലിക്കണ്ണ് ചാർത്തിയിട്ടുണ്ട്. അത് എങ്ങനെയുള്ള? എനിക്ക് നല്ല സുഖമില്ല, അതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ചുമയുടെ ഒരു അസ്കിത. എല്ലാവരും ക്ഷമിക്കണം. നാനാവർണ്ണങ്ങളായ രത്നങ്ങൾ പതിച്ച് നിർമ്മിക്കപ്പെട്ട ആഭരണം പോലെ പ്രകാശിക്കുന്ന മയിൽപ്പീലി. ആ മയിൽപ്പീലിയെ തന്നെ വർണ്ണിച്ചിരിക്കുന്നത് നോക്കൂ. നാനാവർണ്ണങ്ങളാന്ന് വെച്ചാൽ 7 അഴകും ഉണ്ട് മയിൽപ്പീലിക്ക് അല്ലേ. ആ 7 അഴകിനെ നാനാവർണ്ണങ്ങൾ കൊണ്ട് പതിച്ച് നാനാവർണ്ണങ്ങളായ രത്നങ്ങൾ കൊണ്ട് പതിച്ച ഒരു ആഭരണം പോലെ പ്രകാശിക്കുന്ന മയിൽപ്പീലികളാൽ അലങ്കരിക്കപ്പെട്ട തലമുടി. അപ്പോൾ രണ്ടിനെയും ഒന്നിച്ച്, തലമുടിയെയും മയിൽപ്പീലിയെയും തന്നെ വർണ്ണിച്ചിട്ടാണ് വില്വമംഗലം അത് എഴുതിയിരിക്കുന്നത്. പലതരത്തിലുള്ള നിറങ്ങളുള്ള രത്നങ്ങൾ പതിച്ച ഒരു ആഭരണം പോലെ പ്രകാശിക്കുന്ന മയിൽപ്പീലി കണ്ണൻ്റെ ശിരസിൽ അണിഞ്ഞിരിക്കുന്നു. അപ്പോൾ ശിരസ് തലമുടിയേയും വർണ്ണിച്ചു, മയിൽപ്പീലിയെയും വർണ്ണിച്ചു. മരതകമണികളാൽ ഉണ്ടാക്കിയ സ്തംഭം പോലെ അതുപോലുള്ള കോമളമായ ശരീരം. അത് നമുക്ക് മുമ്പേ തന്നെ നമ്മൾ മരതകശ്യാമം എന്നാണ് നമ്മൾ കണ്ണൻ്റെ ശരീരത്തിന് നിറം പറയാറ് അല്ലേ. അങ്ങനെയുള്ള ശരീരം. പിന്നെ ആരെയും മയക്കുന്ന കണ്ണുകൾ, അത് ആലോലം ആടിക്കൊണ്ടിരിക്കുന്നത്, എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ മുമ്പേ കണ്ടിട്ടുണ്ട് അല്ലേ. പിന്നെ പുഞ്ചിരി വഴിയുന്ന പ്രകാശം, പുഞ്ചിരിയാകുന്ന പ്രകാശം വഴിയുന്ന മുഖം എന്നും പറയാം. കാണുന്നവരുടെ ഹൃദയം കവരുന്ന പുഞ്ചിരി പൊഴിക്കുന്ന മുഖവും മനോഹരമായ കണ്ണുകളും. പിന്നെ ശൈശവം കൊണ്ട് അത്യന്തം കുട്ടിത്തം വിട്ടിട്ടില്ല. കുട്ടിത്തം വിടാത്ത ആ നല്ല കേട്ടാൽ നല്ലൊരു കുളിർമ തോന്നണ വാക്കുകൾ. പിന്നെ എങ്ങനെയാണ് നടപ്പ്? മതിച്ച ആനയുടേതെന്ന പോലെ തോന്നുന്ന മന്ദഗമനം എന്ന് പറഞ്ഞാൽ, നമ്മൾ മുമ്പ് പണ്ടൊരു ശ്ലോകത്തിൽ കേട്ടിട്ടുണ്ട്, ഗജരാജ വിരാജിതമന്ദഗതിന്ന് അല്ലേ. അതുപോലെ തന്നെയാണ് അത്രേ കണ്ണൻ്റെ നടപ്പ്. അപ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അത് കൃഷ്ണൻ തന്നെ ആയിരിക്കും, കൃഷ്ണൻ തന്നെയാണ് എന്ന് ആണ്
വില്വമംഗലം പറയുന്നത്. ഈ പറയുന്ന ലക്ഷണങ്ങളെല്ലാം ഉള്ള ഒരാൾ കൃഷ്ണനേ ഉള്ളൂ. അതുകൊണ്ട് അത് കൃഷ്ണൻ തന്നെയാണ്. ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും. നമ്മൾ പഴഞ്ചൊല്ല് പറയാറില്ലേ, അതുപോലെയാണ് വില്ലുമംഗലത്തിനെ കാണുന്നതെല്ലാം കൃഷ്ണൻ, അല്ലെങ്കിൽ കൃഷ്ണൻ അവിടെ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ വഴിക്ക് പോകുന്നുണ്ട് എന്നിങ്ങനെ സങ്കല്പിക്കുക. വില്വമംഗലം അതാണ് മനസ്സിൽ. അടുത്ത ശ്ലോകം നോക്കാം. അപ്പം ഈ ചൊല്ലിയ ശ്ലോകത്തിൽ വില്വമംഗലം എന്താണ് വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, പീലിത്തിരുമുടി ഉള്ളത് കൊണ്ടും മധുരാപുരിയിലാണ്, അതുകൊണ്ടും അത് ശ്രീകൃഷ്ണൻ തന്നെയാണ് എന്നങ്ങോട്ട് ഉറപ്പിക്കുകയാണ്. അപ്പോൾ ഈ ശ്ലോകത്തിൽ കൃഷ്ണൻ്റെ ശൈശവ ഭംഗികൾ, കുട്ടിത്തം ഉള്ള ആ ഭംഗി ഉള്ള ആ ഒരു രൂപം മുടി മുതൽ കഴുത്ത് വരെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. അടുത്ത ശ്ലോകത്തിൽ അത് പാദം മുതൽ മേപ്പോട്ട് ആണ് വർണ്ണിക്കുന്നത്. ഇനി വരുന്ന ശ്ലോകത്തിൽ അടുത്ത ശ്ലോകവും ശാർദൂല വിക്രീഡിത വൃത്തത്തിലാണ്. 58-ാമത്തെ ശ്ലോകം. പാദൗ പാദവിനിർജിതാംബുജവനൗ പത്മാലയാലം കൃതൗ പാണീവേണുവിനോദന പ്രണയിനൗ പര്യാപ്തശില്പശ്രിയൗ ബാഹോ ദോഹദഭാജനം മൃഗദൃശാം മാധുര്യധാരാഗിരോ വക്ത്രം വാഗ്വിഭവാതിലംഘിതമഹോ ബാലം കിമേ തന്മഹ. അംഭോജങ്ങളെ വെന്ന പാദയുഗളം ശ്രീലക്ഷ്മിയാൽ സേവിതം നൈപുണ്യം കരലാളനത്തിലുയരും പ്രേമാർദ്രവേണൂരവം ഗോപസ്ത്രീകൾ മതിച്ചിടുന്ന വിധമായി സ്പർശിച്ചിടും കൈകളും വാക്കിൻ മാധുരിയെ ജയിച്ച മുഖവും ചേർന്നുള്ളിവൻ ബാലനോ. പാദം മുതൽ അങ്ങോട്ട് മുഖവും കൂടി വാക്കുവരെയും വർണ്ണിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാ? പാദം തൃച്ചേവടികൾ, ലോകത്തിലുള്ള താമരപ്പൂക്കളെല്ലാം കൂടി ഒന്നിച്ചു ചേർന്നാലും സൗന്ദര്യം ഒന്നിച്ച് നിൽക്കില്ല. കണ്ണൻ്റെ പാദവും ഈ താമരപ്പൂക്കളും കൂടി ഒന്നിനോടും ഉപമിക്കാൻ പറ്റാത്ത അത്രയ്ക്കും സൗന്ദര്യമാണ്. എന്നല്ല, സൗന്ദര്യത്തിൻ്റെ അതിദേവതയായ ലക്ഷ്മി ദേവി ഉണ്ടല്ലോ, ലക്ഷ്മി ദേവി എപ്പോഴും ഭഗവാന്റെ കൂടെ തന്നെയാണ്. ലക്ഷ്മി ദേവി ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. പിന്നെ ബ്രഹ്മാവിൻ്റെ കൈമിടുക്ക് മുഴുവനും കാണിക്കുന്നതാണത്രേ കരകമലം. എന്നുവെച്ചാൽ അതും താമരയോടാണ് ഉപമിച്ചിരിക്കുന്നത്. കൈകളെയും ഒരു താമരവല്ലിയും പൂവും ആയിട്ടാണ് കയ്യിനെയും ഉപമിച്ചിരിക്കുന്നത്. പിന്നെ എപ്പോഴും ഓടക്കുഴൽ വായിക്കുക, അതിനെ സൂക്ഷിച്ച് വയ്ക്കുന്ന ഓടക്കുഴലെപ്പോഴും ഈ അരയിലെ മുണ്ടിൻ്റെ ഇടയിൽ തിരികെ വെച്ചിട്ടുണ്ടാവും. പാട്ട് പാടണം എന്ന് തോന്നുമ്പം ഓടക്കുഴലെടുക്കുക, വായിക്കുക. എല്ലാ രാഗങ്ങളും അറിയാവുന്ന ആളാണല്ലോ. പിന്നെ കൈകൾ ഇഷ്ടം പോലെ അലങ്കാരങ്ങൾ അണിഞ്ഞിട്ടുണ്ട്. അത് മുമ്പേയും കണ്ടു. അലങ്കാരങ്ങൾ തലയിലെ മയിൽപ്പീലി മുതൽ അല്ലേ. പിന്നെ കൈത്തണ്ടകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കേഴമാൻ കണ്ണികളാൽ കൊതിക്കപ്പെടുന്നവയാണ് എന്ന്. കേഴമാൻ കണ്ണികൾ എന്ന് പറഞ്ഞാൽ അരബ് സ്ത്രീകൾ. മാൻപേടയുടെ കണ്ണുള്ളവൾ ആണ് കേഴമാൻ കണ്ണി. അങ്ങനെയുള്ള സുന്ദരികളായ
സ്ത്രീകളാൽ കൊതിക്കപ്പെടുന്നവയാണ് എന്ന്. വാക്കുകളിൽ നിന്ന് മാധുര്യം, വാക്കിൽ നിന്ന് വർത്തമാനം പറയുമ്പോൾ എന്ത് രസമാണ് കേട്ടുകൊണ്ടിരിക്കാൻ എന്ന് പറയാൻ വയ്യ. അത്രയ്ക്കും രസമാണ് സംസാരം കേൾക്കാൻ. ഇതൊന്നും വാക്കുകൊണ്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല. എന്ത് അമ്പമ്പോ ഈ ഓമനത്തുള്ള ഈ തേജസ് ഏതാണ് എന്നാണ് വില്വമംഗലം ചോദിക്കണേ. ഇതൊന്നും വാക്കുകൊണ്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ എനിക്ക് പറ്റണില്ലല്ലോ. ഇത്രയും തേജസ്സുള്ള ഈ ഒരു രൂപം കൃഷ്ണനല്ലാതെ വേറെ ആരാണ് എന്നാണ് ചോദിക്കണത്. കൃഷ്ണൻ തന്നെയാണത് എന്നാണ് പറയണത്. അത് ഈ പറയുന്ന ഉപമകളെല്ലാം വർണ്ണിക്കുമ്പോൾ നമുക്കത് അറിയാം, ഇത് ശ്രീകൃഷ്ണനാണ്, ഉണ്ണികൃഷ്ണൻ തന്നെ ആണ് എന്ന് ഉണ്ണികൃഷ്ണൻ്റെ ഭക്തന്മാർക്ക് തോന്നും. അങ്ങനെയാണ് വർണ്ണിക്കുന്നത്. ഒരു ശ്ലോകം കൂടി നോക്കാം അല്ലേ. 59-ാമത്തെ ശ്ലോകം. ബർഹം നാമ വിഭൂഷണം ബഹുമതം വേഷായ ശേഷൈരലം വക്ത്രം ചിത്രവിശേഷകാന്തിലഹരീ വിന്യാസധന്യാധരം ശില്പൈരൽപധിയാമഗമ്യ വിഭവൈ ശൃംഗാരഭംഗീമയം ചിത്രം ചിത്രമഹോ വിചിത്രമഹോ ചിത്രം വിചിത്രം മഹ. ഇതിൻ്റെ തർജ്ജമ. ഈ ശ്ലോകവും ശാർദൂല വിക്രീഡിതം തന്നെ. ഇപ്പോൾ ഇന്ന് ചൊല്ലിയ 3 ശ്ലോകവും ശാർദൂല വിക്രീഡിതം വൃത്തത്തിലാണ്. ഇതിൻ്റെ തർജ്ജമ ചൊല്ലാം. അത്യന്തം പ്രിയഭൂഷ പീലിയതുതാൻ മറ്റുള്ളതെല്ലാം വൃഥാ വ്യക്തം ഭൂഷിതമായിടുന്നു തനിയെ മങ്ങുന്നു കൃഷ്ണാഭയാൽ മുഗ്ധം കാന്തീയെന്നിടും മുഖമതിൽ ബിംബാധരം ധന്യമായി മൂഢന്മാർക്കുമപാരഭക്തി പകരും ചാതുര്യമെന്തത്ഭുതം. കൃഷ്ണന് ഈ മയിൽപ്പീലി മാത്രം മതി അലങ്കാരമായിട്ട് എന്നാണ് വില്വമംഗലം പറയണത്. മറ്റുള്ളതൊന്നും കൃഷ്ണൻ്റെ ഭംഗിയെ എടുത്ത് കാണിക്കുന്നില്ല. കൃഷ്ണൻ്റെ ദേഹത്തോട് ചേരുമ്പോൾ അവയ്ക്കാണ് ഭംഗി എന്നാണ് വില്വമംഗലം പറയണത്. ഗുരുവായൂർ അമ്പലത്തിലെ കാലത്തെ നട തുറന്നാൽ വാകച്ചാർത്തും എണ്ണ ആടലും എല്ലാം കഴിയുമ്പം പട്ടുകോണകവും മാത്രം എടുത്ത് പീലിത്തിരിമുടിയും ചാർത്തി നെറ്റിയിൽ ഒരു ഗോപിക്കുറിയും തൊട്ട് കയ്യിലൊരു കദളിപ്പഴവും ഒക്കെ ആയിട്ട് നമ്മൾ ഗുരുവായൂരപ്പനെ കാണാറുണ്ട് അല്ലേ. വാകച്ചാർത്ത് എണ്ണയാടും. വാകച്ചാർത്ത് കഴിഞ്ഞ് എണ്ണയാടും. അത് കഴിഞ്ഞുള്ള ഒരു പട്ടുകോണകം കൊടുത്തിട്ടുണ്ടാവും. പീലിത്തിരിമുടി മാത്രം ഉണ്ടാവും. നെറ്റിയിലൊരു ഗോപി. അങ്ങനെ കയ്യിലൊരു കദളിപ്പഴവുമായിട്ട് നിൽക്കുന്ന ഗുരുവായൂരപ്പൻ. ഉച്ചപൂജയ്ക്ക് ശേഷമേ എല്ലാ അലങ്കാരങ്ങളുമായിട്ട് നമ്മൾ ഉച്ചപൂജ കഴിഞ്ഞ് നട തുറക്കുമ്പോഴേ ഭഗവാനെ കാണുള്ളൂ, ഗുരുവായൂരപ്പനെ. അപ്പോൾ ആ ഉച്ചപൂജ കഴിഞ്ഞ് നട തുറക്കുന്ന ഭഗവാനെ കാണുന്നതിനേക്കാൾ കൃത്രിമങ്ങളായ അലങ്കാരങ്ങൾ കൊണ്ട് മോടി പിടിപ്പിച്ച ആ ഒരു രൂപത്തേക്കാൾ നല്ല തനിമ തോന്നണത് ഈ ബാലസ്വരൂപത്തിനാണ്. വെച്ചാൽ നമ്മൾ ഭഗവാന്റെ വിഗ്രഹം അങ്ങനെ തന്നെ ഒരലങ്കാരവും ഇല്ലാതെ ഒരു ഇതും ഇല്ലാതെ കാണുമ്പോഴാണ് അതിന് തനിമ തോന്നണത്, കൃത്രിമത്വങ്ങളൊന്നുമില്ലാതെ. ബാക്കി ഉച്ചപൂജ കഴിഞ്ഞ് അങ്ങോട്ട് വൈകുന്നേരം രാത്രി വരെ നമ്മളിങ്ങനെ അലങ്കാരങ്ങളോടെ കാണുള്ളൂ. വിഗ്രഹം ശരിക്കും കാണാൻ പറ്റും എന്ന് വെച്ചാൽ അലങ്കാരങ്ങളില്ലാത്ത വിഗ്രഹം കാണണമെങ്കിൽ രാവിലെ പോകണം, ഉച്ചപൂജയുടെ മുമ്പേ പോകണം. അപ്പോൾ അതിനാണ് കുറച്ചുകൂടി തേജസ് എന്നുള്ള ഒരു വ്യംഗ്യം ഈ ഒരു ശ്ലോകത്തിൽ ഉണ്ട്. ഈ ഗോപബാലനായ ഈ ആൾക്ക് മയിൽപ്പീലി മാത്രം മതി അലങ്കാരം എന്നാണ് പറയണത്. അത് തർജ്ജമ ശ്ലോകത്തിൽ പറയണു. അത്യന്തം പ്രിയഭൂഷ പീലിയതുതാൻ മറ്റുള്ളതെല്ലാം വൃഥാ. മറ്റുള്ളതെല്ലാം വെറുതെയാണ്. അവയ്ക്ക്
അവയുടെ ആ ഭംഗി കാണണമെങ്കിൽ കൃഷ്ണൻ്റെ മേൽ അലങ്കാരമാവണം. മറ്റുള്ള അലങ്കാരങ്ങൾക്കൊക്കെ തിളക്കം വരണമെങ്കിൽ കൃഷ്ണനോട് ചേരണം എന്നാണ് പറയണത്. ബാക്കിയുള്ള ആഭരണങ്ങളെല്ലാം ഇദ്ദേഹത്തിൻ്റെ ദേഹത്തിൽ ചേർന്ന് അവയുടെ ഭംഗിയെ വെളിപ്പെടുത്തുന്നു എന്നാണ് പറയണത്. മുഖോ പലതരത്തിലുള്ള തിലകങ്ങളാലും അതുപോലെ ആ ചുണ്ടിൻ്റെ ശോഭ കൊണ്ടും ഒക്കെ മുഖം അങ്ങനെ വിളങ്ങണു. എന്തൊരാശ്ചര്യമാണ് എന്നാണ് പറയണത്. ഈ കൃഷ്ണൻ്റെ ഈ ശൃംഗാര രസം ഉള്ള ആ ഭാവം ഉണ്ടല്ലോ, അത് മന്ദബുദ്ധികളെ പോലും ഭക്തശിരോമണികളാക്കി തീർക്കും എന്നും പറയണു. ഇതൊക്കെ വലിയ ആശ്ചര്യം തന്നെയാണ്. ദേഹത്തിൻ്റെ കാന്തിയാണെങ്കിലോ നമുക്ക് ആ എണ്ണയാടി നിൽക്കുന്ന ഭഗവാന്റെ രൂപം കണ്ടാൽ തന്നെ അറിയാം എന്തൊരു തിളക്കാണ് അല്ലേ. രാവിലെ നമ്മൾ പോയി കണ്ടാൽ അങ്ങനെ തിളങ്ങുണ്ടാവും. ആ എല്ലാ വിളക്കുകളുടെയും മുമ്പിൽ അങ്ങനെ പിന്നിൽ അങ്ങനെ ഭഗവാന്റെ വിഗ്രഹം ഇങ്ങനെ കാണുമ്പോൾ നല്ല തിളക്കാണ്. അത് ശരിക്കും കാർമേഘം എന്നും പറഞ്ഞാൽ പോരാ അല്ലേ, അങ്ങനെ തിളങ്ങണ രൂപം, കാന്തിപൂരം, അങ്ങനെ ഉള്ള ആ രൂപം ഇത് ചിത്രം വിചിത്രം എന്നാണ് പറയണത്. ഭഗവാന് എത്ര വർണ്ണിച്ചാലും വില്വമംഗലത്തിന് മതിയാവണില്ല. അങ്ങനെയുള്ള ശ്ലോകങ്ങളാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ശ്ലോകങ്ങളുമായിട്ട് അടുത്ത തവണ വരാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.